ഈ പരിപാടി ഇവിടെ നിർത്തിക്കോട്ടെ. കുറെ നേരമല്ലോ നിങ്ങള് വീട്ടിൽ വന്നു, പിന്നെ അതിനുശേഷം ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്താ പരിപാടി ഇത്? അല്ല എന്താ വീട്ടിൽ വന്നിട്ട് നിങ്ങള് ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഇത് നിധിയുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്, ഒരു മനുഷ്യനോട് കിടക്കാനും പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല, എല്ലാരും വിളിച്ചോണ്ടിരിക്കും എവിടെ നിധിയും ചോദിച്ചിട്ട്. ഇപ്പൊ വീണ്ടും വിളിച്ചോണ്ട് അണ്ണൻ തമ്പി മുതല് ഒരു 6-7 സിനിമയ്ക്ക് ഞാൻ മമ്മൂക്കനെ ആ ടൈമിൽ വിളിക്കും. മമ്മൂക്കയുടെ ഫസ്റ്റ് ഇൻട്രോ സമയത്ത് ഞാൻ മമ്മൂക്കനെ വിളിക്കും ഫോൺ. എന്നിട്ട് ആൾക്കാർ ഭയങ്കര ഫാൻസ് അല്ലേ, ഈ ബഹളമൊക്കെ ഞാൻ കേൾപ്പിച്ചു കൊടുക്കും മമ്മൂക്കനെ. മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് ബിജു വാ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് മമ്മൂക്കയുടെ അടുത്തിരുത്തി ഇവരുടെ മുമ്പില്. അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായ ഒരു നിമിഷങ്ങളാണ്. ദുൽഖറിന് ഇതുപോലെ ദുൽഖറിന്റെ ഒരു സിനിമ സെറ്റിൽ ചെന്നപ്പോ ദുൽഖർ എന്ന് എന്നെ കണ്ടപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല ദുൽഖർ എണീറ്റ് നിൽക്കും എന്നുള്ളത്. ഒന്നാമത് കുമ്പളങ്ങി എന്ന് പറഞ്ഞ എന്റെ സ്ഥലം, തൊട്ടടുത്ത സ്ഥലം. പിന്നെ ചില സിനിമകൾ നമ്മൾക്ക് ഈ 100% ഹിറ്റാവുന്ന മനസ്സിലൊരു തോന്നൽ ഉണ്ടാവുന്ന സിനിമകളെ ഉണ്ടാവും. അവര് കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് വരുന്നതാ. അപ്പൊ എന്റെ ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞു, ചിറ്റപ്പനാണ്, ഭാര്യ പുറത്താണ്, ആ ഭാര്യയുടെ പുറത്തുള്ള ഇതുകൊണ്ടാണ് ഇയാള് എന്നെ ഭക്ഷണം ഉണ്ടാക്കും, പുള്ളിക്കാരന് വേറെ പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ മമ്മൂക്കയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന വില്ലൻ നസറുദ്ദീൻ ഷാ അടിപൊളിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുൽഖറിന് ഓപ്പോസിറ്റ് വില്ലൻ അത് വന്ന അടിപൊളിയായിരിക്കും. രണ്ടും തമ്മിൽ വില്ലനും നായകനും. എനിക്ക് അങ്ങനെ ബൈചേട്ടൻ തന്നിരിക്കുകയാണ് വാച്ച്. ഞാൻ എന്റെ കയ്യിലേക്ക് അങ്ങ് കെട്ടാൻ പോവുകയാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ചക്കം പക്കത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ചക്കം പക്കത്തിലുള്ളത് നമ്മുടെ സ്വന്തം ബൈജു ചേട്ടനാണ്. ബൈജു ചേട്ടാ, ചക്കം പക്കം എന്ന് പറഞ്ഞാൽ ഫുൾ ഫൺ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. അപ്പം ചക്കത്തിലെ ഓരോ ചോദ്യം ചോദിക്കുമ്പം യെസ് ആണ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ യെസ് ആണെന്നുണ്ടെങ്കിൽ യെസ് രമ്യ എന്ന് ആദ്യം പറയണം. ഓക്കെ, നോ ആണെങ്കിൽ നോ രമ്യ. എന്നിട്ട് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ടാസ്ക് ആയി പക്കത്തിലേക്ക് പോകും. ഓക്കെ, ഫുൾ ഫൺ ആണ്. ചക്കം സീരിയസും. ഓക്കെ, ചക്കം സീരിയസ് ആണ്, ചോദ്യങ്ങളാണല്ലോ. ഓക്കെ, പക്കമാണ് ഫുൾ ടാസ്ക്. ഫസ്റ്റ് ചോദ്യം, കീർത്തി ചക്രയിൽ മാത്രമാണ് ഒരു പോസിറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. യെസ് ആണെങ്കിൽ യെസ് രമ്യ, നോ ആണെങ്കിൽ നോ രമ്യ. ആണോ? വേറെ സിനിമയിൽ അപ്പൊ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അപ്പൊ ബൈചേട്ടാ? പറയൂ. അങ്ങനെ ഇപ്പൊ എനിക്ക് കീർത്തിക്കർക്ക് മുമ്പ് കുറെ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലെ? പക്ഷെ എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മുടെ ഒരു ജനങ്ങൾ ഇപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുന്നതും ബൈചേട്ടൻ അല്ലെങ്കിൽ എപ്പോഴും കൂടുതൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് വില്ലൻ കഥാപാത്രം ആയതുകൊണ്ടും കൂടി ആയിരിക്കാം ഈ ഒരു കഥാപാത്രം എല്ലാവരുടെ മനസ്സിലങ്ങ് വളരെയധികം നിൽക്കുന്നുണ്ട്. ഒരു പക്ഷെ മറ്റേ കഥാപാത്രങ്ങള് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ അത്രയും ഓർമ്മപ്പെട്ട് കിട്ടാത്തത്. കീർത്തിചക്ര സിനിമയില് ഞാനും മേജറുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് കിട്ടിയ കമാൻഡോ ആണ് എന്നെ. അപ്പൊ എപ്പോഴും മേജർ പറയും, ഒരിക്കലും ഈ കമാൻഡോ, ഈ ലോകത്തുള്ള ഒരു കമാൻഡോ എന്നെ പോലത്തെ ഒരു കമാൻഡോ ഉണ്ടാവില്ല. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു കഴിയുമ്പളേ അതിനകത്ത് പറയും ഇങ്ങനെ ഒരു കമാൻഡോ ഇല്ല. ശരിക്കും കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും നല്ല ഫുൾ ഫിറ്റായിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെയാ. അപ്പൊ ആ കഥാപാത്രത്തിന് വേണ്ടി എന്തുകൊണ്ട് അങ്ങനെ ഒന്ന് വയറ് കുറയ്ക്കാനായിട്ടോ ഒന്ന് ഇതാ ചെയ്യാൻ ഒന്നും പ്രത്യേകം അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ ഞാൻ അങ്ങനെ പെട്ടെന്ന് വന്ന ഞാൻ രാഷ്ട്രം എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രം അത് തന്നെ. രാഷ്ട്രത്തിന് ശേഷമാണ് കീർത്തിചക്ര. രാഷ്ട്രത്തിനകത്ത് ഞാൻ പോസിറ്റീവ് ക്യാരക്ടർ ഭദ്രൻ എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ കൂടെയുള്ള ത്രൂ ഔട്ട് ക്യാരക്ടർ. CM ആകുമ്പോ ഞാൻ അതിനകത്ത് പുള്ളിയുടെ അതെ. അപ്പൊ അതാ ഞാൻ പറയാം, അങ്ങനെ കുറച്ച് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ജമീന്ദാർ, അങ്ങനെ അഞ്ചര കല്യാണം ഒക്കെ അതിനു മുമ്പ് വന്ന പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. ഉദയപുരം സുൽത്താൻ, മാർത്താണ്ഡൻ ഒക്കെ പോസിറ്റീവ് ക്യാരക്ടർ റോൾ ചെയ്തതാ. അപ്പൊ അന്ന് മേജറുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് എന്നെ കമാൻഡോ ആക്കിയതാണ്. അപ്പൊ ശരിക്കും കുറെ കഷ്ടപ്പെട്ടു. പക്ഷെ എന്നെ ഒന്ന് ബോഡി കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട് പുള്ളി രാവിലെ മുതൽ ഓടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അന്ന് സമയം കിട്ടിയില്ല അല്ലേ? ഒരു മേക്ക് ഓവറിൽ പോകാനായിട്ടുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, ശരി. ഇനി നമുക്ക് പക്കത്തിലേക്ക് പോവാം. പക്കത്തിലെ ആദ്യത്തെ ചോദ്യം,
ബെസ്റ്റ് വില്ലൻസ് ആണ്. അതായത് ബൈജു ചേട്ടന്റെ പേരല്ല, ഞാനിപ്പോ കുറച്ച് നമ്മുടെ നായകന്മാരുടെ പേര് പറയും. അവർക്ക് ബൈജു ചേട്ടൻ എന്താണ് തോന്നുന്നത്, ഇവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു വില്ലൻ കഥാപാത്രം, ഒരു നായകനും ഒരു വില്ലനും അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന നായകന്മാർക്ക് ബൈജു ചേട്ടന് തോന്നുന്ന ബെസ്റ്റ് വില്ലന്മാർ ആരൊക്കെയായിരിക്കും, അങ്ങനെയുള്ള ഒരു പേര് പറയണം. ഓക്കെ, ഫസ്റ്റ് മമ്മൂക്ക. മമ്മൂക്കയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന വില്ലൻ നസറുദ്ദീൻ ഷാ. ഓക്കെ, മോഹൻലാൽ. അമരീഷ് പുരി. മരിച്ചുപോയി പാവം. നിങ്ങളെല്ലാം ഹിന്ദിക്കാരുടെ പേര് മാത്രമാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവരോടൊക്കെ പിടിച്ചു നീക്കണമെങ്കിൽ കാര്യം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആർട്ടിസ്റ്റുകളാണ്, ഇവരും ബെസ്റ്റ് ആർട്ടിസ്റ്റുകളാണ്. അവർക്ക് ഓപ്പോസിറ്റ് പറഞ്ഞെങ്കിൽ അതുപോലത്തെ ആർട്ടിസ്റ്റുകൾ തന്നെ വേണം. നമ്മുടെ മലയാളത്തിൽ ആരും ഇല്ല. മലയാളത്തിൽ ഇല്ലെന്നല്ല, മലയാളത്തിൽ എത്രയോ ഗംഭീര ക്യാരക്ടർ ചെയ്ത ബാലൻകെ നായർ, ടി ജി രവി, സിദ്ദിഖ് അടക്കം ഇപ്പൊ ഉണ്ടല്ലോ, എത്രയോ പേരുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, മനസ്സിലായി. ഓക്കെ, പിന്നെ ഇത് പേഴ്സണൽ അഭിപ്രായമാണല്ലോ, വിടുന്നു. സുരേഷ് ഗോപി. സുരേഷ് ഗോപി, സിദ്ദിഖ് തന്നെ. സുരേഷ് ഗോപിയുടെ ഏറ്റവും കൂടുതൽ വില്ലൻ ക്യാരക്ടർ പുള്ളിയായിട്ട് കട്ടക്ക് നിൽക്കുന്നത് സിദ്ദിഖ്. ഓക്കെ, പിന്നെ ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ, ദുൽഖർ സൽമാൻ ആരായിരിക്കും അത് ആലോചിച്ചെടുക്കേണ്ട കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയാ ദുൽഖറിന് ഓപ്പോസിറ്റ് ആരെ വില്ലനാക്കും? ഓപ്പോസിറ്റ് ആരെ പറ്റും? ദുൽഖറിന് ഓപ്പോസിറ്റ് ആരാ പറ്റുക? അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കിട്ടുന്നില്ല ആൻസർ പെട്ടെന്ന്. എന്നാ വേണ്ട, നമുക്ക് ചോദ്യം തന്നെ അങ്ങ് മാറ്റിയേക്കാം. വേണ്ട. ഓക്കെ, ഇനി ഞാൻ വീണ്ടും നമ്മുടെ ചക്കത്തിലേക്ക് പോകുന്നു. കുമ്പളങ്ങിയിലെ ചിറ്റപ്പന്റെ വേഷം യഥാർത്ഥത്തിൽ ചോദിച്ചു വാങ്ങിയതാണ്. ഉറപ്പായിട്ടും യെസ് രമ്യ. അതെന്തുകൊണ്ടായിരുന്നു ആ കഥാപാത്രം അങ്ങനെ ചോദിച്ചു വാങ്ങിയത്? കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സിനിമ, ഒന്നാമത് കുമ്പളങ്ങി എന്ന് പറഞ്ഞ എന്റെ സ്ഥലം, തൊട്ടടുത്ത സ്ഥലം. അതെ. പിന്നെ ചില സിനിമകൾ നമ്മൾക്ക് ഈ 100% ഹിറ്റ് ആവുന്ന മനസ്സിലൊരു തോന്നൽ ഉണ്ടാവുന്ന സിനിമകളുണ്ട്. അത് ശ്യാം പുഷ്കറിന്റെ സ്ക്രിപ്റ്റ്, ഫഹദ്, അതിന്റെ ഒരു സബ്ജക്ട് എനിക്ക് ചെറിയ രീതിയിൽ അറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് അത് നമ്മുടെ തിയേറ്ററിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷൂട്ടിംഗ് അവിടെ വന്ന് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവര്. അപ്പൊ അതിനകത്ത് എനിക്കൊരു ക്യാരക്ടർ ഞാൻ ശ്യാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമയില് ബാബുരാജന് വേറെ ക്യാരക്ടർ കൊടുത്ത സിനിമയാണ് ശ്യാം തന്നെ. അന്ന് വലിയ ആഘോഷമായിരുന്നു അത്. ഞങ്ങള് അന്നത്തെ വലിയൊരു ഭയങ്കര ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ബാബുചേട്ടന്റെ തന്നെ കരിയറിലെ വലിയൊരു തിയേറ്ററിൽ വെച്ചിട്ട് അന്ന് അവര് ഷോയ്ക്ക് വന്ന 1000 ദോശ ചുട്ട് ഞങ്ങൾ ആൾക്കാർക്കെല്ലാം കൊടുത്തു അതിന്റെ സെലിബ്രേഷൻ ആയിട്ട്. അപ്പൊ ശ്യാമുമായിട്ട് അത്രയും ബന്ധമുണ്ട്. അപ്പൊ ശ്യാമിനോട് അന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ബൈച്ചേട്ടന് ഒറ്റൊരു ക്യാരക്ടർ വരട്ടെ. അങ്ങനെ കുമ്പളങ്ങി നൈറ്റ്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ശ്യാമിനെ വിളിച്ചു. ശ്യാം, എനിക്ക് അതിനകത്ത് ഒരു ക്യാരക്ടർ വേണം, എനിക്ക് പാസിംഗ് ഷോട്ട് മതി, ജസ്റ്റ് അതിനകത്ത് എനിക്ക് ജോയിൻ ആവണം. അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ടാണ് ശ്യാം പറഞ്ഞത്, ചേട്ടാ വാ, ഒരു ക്യാരക്ടർ ഉണ്ട്, വാ വന്ന് ചെയ്യുന്ന പറഞ്ഞ. അന്നാ വിളിക്കണേ. അന്ന് വിളിച്ചിട്ട് ചെന്നു. അപ്പൊ പുള്ളിക്കാരൻ അതിനകത്ത് ക്യാരക്ടർ പറഞ്ഞു ചിറ്റപ്പനാണ്. അതിനകത്ത് ഡയലോഗ്സ് ഒക്കെ ശരിക്കും പറഞ്ഞ ആ സ്ക്രിപ്റ്റില് ശ്യാം എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു തൂവൽ പക്ഷികളാണ്, ഇത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു കുത്ത്. ബാക്കിയുള്ള ഡയലോഗ്സ് ഒക്കെ എല്ലാം എന്നോട് പറഞ്ഞു തന്നിട്ട്, ചേട്ടൻ എങ്ങനെ വേണമെങ്കിലും അത് ഡയലോഗ്സ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അല്ലെങ്കിൽ പറയാം. പിന്നെ പുള്ളിയും പോത്തനും ഡയറക്ടറൊക്കെ പറഞ്ഞു തന്നിട്ട് അങ്ങനെ വളരെ ഇതായിട്ട് ബിഹേവ് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ ഞാൻ ശ്യാമിന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ട് ശ്യാം വന്നിട്ട്, ചേട്ടൻ വാ, ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ചെയ്ത ഇതാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പൊ അതിനകത്ത് ഡയലോഗ്സ് ഞാൻ ചോദിച്ചപ്പോൾ ഡയലോഗ്സ് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മളൊരേ തൂവൽ പക്ഷികളാണ്. ബാക്കി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ചേട്ടൻ ചിറ്റപ്പനാണ്, ചേട്ടന്റെ മോളാണ് ഇതില്, ബോബി മോൾ, എന്താ ഉള്ള പേര് ഇതിനകത്ത് ക്യാരക്ടറിന്റെ പേര്? ബോബി, സിമി എന്നാണോ ക്യാരക്ടറിന്റെ പേര്? ഓർമ്മയില്ല. അതെ, സിമി. അപ്പൊ അവര് കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് വരുന്നതാ. അപ്പൊ എന്റെ ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞു, ചിറ്റപ്പനാണ്, ഭാര്യ പുറത്താണ്, ആ ഭാര്യയുടെ പുറത്തുള്ള ഇതുകൊണ്ടാണ് ഇയാള് എന്നെ ഭക്ഷണം ഉണ്ടാക്കും, പുള്ളിക്കാരന് വേറെ പരിപാടിയൊന്നും ഇല്ല, അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആ ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞ് ഇത് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി എന്റെ മൈൻഡിൽ ഒരു സംഭവമായി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അപ്പൊ അവര് പറയും ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് വളരെ ഡയലോഗ്സ് കുറച്ച് എനിക്ക് വിട്ടു തന്ന ഒരു അതിനകത്ത് നമ്മൾ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഫസ്റ്റ് റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടാവും, ഉറപ്പാ. ഇപ്പൊ നമുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ആദ്യ പല സിനിമകളും ഒരു പുതിയ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് ആ സീൻ ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ അല്ല, ഒരു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവുന്നതാ ഒരു പേടി. അപ്പൊ അങ്ങനെ ഇതിനകത്ത് അങ്ങനെ ആയിരുന്നില്ല. ചെന്നിട്ട് ദിലീഷും ഉണ്ട്, ഡയറക്ടറും ഉണ്ട്. ദിലീഷിന്റെ
അസോസിയേറ്റ് ആണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ എൻ്റെ സീനൊക്കെ ദിലീഷാണ് കൂടുതലും ചെയ്തത്. ചേട്ടാ റെഡിയല്ലേ ചേട്ടാ, എന്നാൽ നമുക്ക് നോക്കിയാലോ, എടുത്താലോ? അപ്പം ഞാൻ റെഡിയാണ്. അപ്പോൾ ഫഹദ് ഉണ്ട് കോമ്പിനേഷൻ. എന്നാൽ ചേട്ടാ ഓക്കെ പറഞ്ഞോളൂ. ആക്ഷനൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സ്പേസ് തന്ന് ഒട്ടും ഇതല്ലാണ്ട് ഭയങ്കര ഇത് ചെയ്താ അങ്ങനെ സംസാരിച്ച. എനിക്ക് എല്ലാം ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു. അത് ഒരു സീനിൽ മാത്രം ഫഹദ് ചിരിക്കുന്ന ഒരു ചിരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അതിനകത്തെ ഡയലോഗ് അങ്ങനെ പറയുമ്പോഴേ, കാര്യം ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയും, ഭക്ഷണം ഉണ്ടാക്കണ കണ്ട പറയും എന്തെങ്കിലും കുറ്റം പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മോള് എനിക്ക് ഒരു അവിടെ ഇവിടെ തെറ്റിപ്പോയി, അവിടെ തെറ്റിയില്ല. അതായത് കുറെ ആയില്ലേ അത് കേട്ടിട്ട്, കുറെ ആയി. അപ്പോൾ നമ്മളൊരു തൂവൽ പക്ഷികളാണ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഫഹദ് ഇത് കേട്ടിട്ട് ഒരു ചിരിയുണ്ട്. അത് ഓൺ ദ സ്പോട്ടിൽ വന്ന അവനൊരു ബോൺ ആക്ടറാണ് കേട്ടോ ഫഹദ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുൽഖറിന് ഓപ്പോസിറ്റ് വില്ലൻ, ദുൽഖറിന് ഓപ്പോസിറ്റ് ഫഹദ് വന്ന അടിപൊളിയായിരിക്കും. രണ്ടും തമ്മിൽ വില്ലനും നായകനും അങ്ങനെ ഒരു സിനിമ വരട്ടെ. അതെ, ഫഹദ് നമ്മുടെ മലയാളത്തിലെ വേറെ ലാംഗ്വേജിലെ തെലുങ്കിലൊക്കെ ഇതേപോലെ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ടല്ലോ, സൂപ്പർ ആയിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഓരോന്നും. ഷാനു എന്നാണല്ലോ അതെ വിളിപ്പേര്, എല്ലാരും വിളിക്കുന്നത്. എനിക്ക് അറിയാം, നല്ല സൗഹൃദമുണ്ട് ഇപ്പോഴും. ഞാൻ ഈ പറഞ്ഞ പോലെ ഫഹദ് അത്രയും വലിയൊരു ടോപ്പ് പൊസിഷനിലാണ് നിൽക്കണെങ്കിലും ഫഹദിനെ നമ്മളോടുള്ള ഒരു ഇഷ്ടം. അതുപോലെ ഞാൻ ദുൽഖറിന് ഇതുപോലെ ദുൽഖറിന്റെ ഒരു സിനിമ സെറ്റിൽ ചെന്നപ്പോ ദുൽഖർ അന്ന് എന്നെ കണ്ടപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല ദുൽഖർ എണീറ്റ് നിൽക്കും എന്നുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ദുൽഖർ എന്താ വെച്ചാൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ എത്രയോ വർഷങ്ങളായിട്ട് കൂടെ നടക്കുന്ന ഒരാള്. അത്രയും സിംപിൾസിറ്റിയാണ് ദുൽഖറും ഫഹദും ഒക്കെ ആണെങ്കിൽ അത്രയും ഇഷ്ടമാണ്. അങ്ങനെ കിട്ടിയതാണ് കുമ്പളങ്ങി നൈറ്റ്സിലെ ചിറ്റപ്പൻ. ചിറ്റപ്പൻ ചില നോട്ടങ്ങൾക്ക് അതൊക്കെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായ ക്യാരക്ടറിനോട് ഭയങ്കര ഇഷ്ടം, ഒരു സിമ്പതി തോന്നി. അതിലൊരു ടേൺ ആ ക്യാരക്ടറിന്റെ ഷമ്മിയുടെ ഒരു ഇത് മാറുന്നത് അതിലാണ്. അതെ അതെ. ശരി, ഇനി നമുക്ക് അടുത്തത് നമ്മൾ പക്കത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ പക്കമാണ്. ഒരു കോമഡി പാട്ട് പാടണം. കോമഡി പാട്ട്? യെസ്, പാടിക്കോളൂ. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലം നൂറിന്റെ നോട്ടു കൊണ്ടാറാട്ട് കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണ് അതിനേക്കാൾ വലിയ കോമഡി പാട്ടുകളില്ല. പെട്ടെന്ന് പാട്ട് വന്നല്ലോ. എന്തുകൊണ്ട് ഈ പാട്ട് റീന ചേച്ചിയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടാറുണ്ടോ? ഇല്ല, അതങ്ങനെ ആകസ്മികമായിട്ട് പെട്ടെന്ന് വന്ന പാട്ടാണ്. ആണോ? എത്ര വർഷം പഴയ പാട്ടോ അത്. നല്ല രസമുള്ള ഒരു കേൾക്കാനും അതിന്റെ മ്യൂസിക്കും ബീറ്റും ഒക്കെ കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ടാണ്. ഓക്കെ ശരി, ഇനി അടുത്ത ചക്കം. റിയൽ ലൈഫിൽ ഞാൻ വളരെ റൊമാൻറ്റിക് ആണ്. 100%. ഞാൻ ഈ താടിയും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഞാൻ 100% റൊമാൻറ്റിക് ആണ്. എനിക്ക് ഇത്രയും പ്രായം ഉണ്ടെന്ന് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഇത് ചെയ്തിട്ടില്ല. എന്താ പറയാ, അങ്ങനെ തന്നെയാണ്. ആണോ? അപ്പൊ ചേച്ചിയോ? തീർച്ചയായിട്ടും ചേച്ചിയാണോ? ചേച്ചിയാണോ ചേട്ടനാണോ കൂടുതൽ റൊമാൻറ്റിക്? കുറച്ചുകൂടെ കൂടുതൽ റൊമാൻറ്റിക് ഞാൻ തന്നെയാണ്. തീർച്ചയായിട്ടും. റൊമാൻറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ എല്ലായിടത്തിനും ഒരു ബ്ലോക്ക് വരും. എല്ലായിടത്തും ഞാൻ അങ്ങനെ എനിക്ക് സങ്കടങ്ങൾ വരുമ്പോഴാണെങ്കിലും ഇപ്പൊ ഈ സിനിമയുടെ സംഭവത്തിൽ ഒരുപാട് വലിയ വിഷമഘട്ടത്തിലൂടെ കയറി വന്നെങ്കിൽ പോലും ഞാൻ അത് പിടിച്ചു നീക്കാനായിട്ട് എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങ് പോകത്തില്ല. മോളുടെ കല്യാണം ആവുന്നു അപ്പൊ പോലും എനിക്ക് ഒരു തരത്തിലും ഞാൻ അങ്ങ് ഇടിച്ചു കയറി അങ്ങ് പോകും. ഹാപ്പിനെസ് തന്നെ, സന്തോഷം തന്നെ. സങ്കടം വരും, പക്ഷെ അത് ഞാൻ അങ്ങനെ അധികം അറിയിക്കാറില്ല. സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാണോ എപ്പോഴും? 100%. ആണല്ലേ? 100%. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ബൈജു തന്നെയാണ്. എനിക്ക് നിൽക്കാൻ പോലും സിനിമയിൽ പോലും നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനിപ്പോഴും കറണ്ട് ഈ പറയുന്ന എത്രയും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സുകുമാരൻ ചേട്ടൻ, രതീഷ് ചേട്ടൻ, കൃഷി അങ്ങനെ അവരോടൊപ്പം അഭിനയിച്ചിട്ട് ഇപ്പോഴും സുകുമാരന്റെ മോന്റെ കൂടെ അല്ലെങ്കിൽ ദുൽഖറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല, ഫഹദിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് ആ ഒരു പോസിറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ. ഇല്ലെങ്കിൽ പോയി നമുക്കങ്ങനെ പരാതിയും പരിഭവവും അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എന്താ റെഡി, ഐ ആം റെഡി എപ്പോഴും മിന്നായിട്ട്. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചത് നമ്മള് റൊമാൻറ്റിക്കിനെ കുറിച്ചാണ്. റൊമാൻസ് വരുമ്പോ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പാടുന്ന ഒരു പാട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ഏതായിരിക്കും ആ പാട്ട്? വീട്ടിലെപ്പോഴും ചേച്ചിയുടെ അടുത്ത് പാടുന്നൊരു പാട്ടുണ്ടാവും.
അങ്ങനെ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? സ്ഥിരം മലരേ. ഓ ആ പാട്ടാണോ? അല്ല, അതൊക്കെ ഭയങ്കര റൊമാൻറ്റിക്. എനിക്ക് അങ്ങനെ കുറെ തമിഴിൽ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അങ്ങനെ പാട്ട് പാടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പാട്ട് കേൾക്കാറുണ്ട്. എന്നാലും ഒന്ന് പാടിക്കേ, ഞങ്ങൾ കേക്കട്ടെ. അല്ലല്ല, അതിന് വളരെ മൗനമാ എന്നുള്ളത്. അപ്പൊ അത് റൊമാൻറ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. പെട്ടെന്ന് കിട്ടുന്നില്ല. റീന ചേച്ചി വന്നിരുന്നാണ്, എന്നാലേ പാട്ട് ഞാൻ അവളുടെ കിട്ടുള്ളൂ. മുമ്പിലൊന്നും അങ്ങനെ പാടാറില്ല. അങ്ങനെയൊന്നും പാടാറൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു പാട്ട് പാടുന്നതാണോ ശരിക്കൊരു റൊമാൻസ് എന്ന് പറയുന്നത്? ഇല്ല. പക്ഷെ ചില ആൾക്കാർ അവർക്ക് ഇഷ്ടം കൂടുമ്പോൾ, അവർക്ക് ആ ഒരു മൂഡ് വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ അവർ അറിയാതെ പാടാറുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഇതിൽ അങ്ങനെ ഒരു ഇതില്ല. ശരി, ഓക്കെ, നമുക്ക് അടുത്ത പക്കത്തിലേക്ക് പോവാം. അല്ല, അടുത്ത പക്കം ആക്ടിങ് സെഗ്മെന്റ് ആണ് കേട്ടോ. അതിൽ ആക്ട് ചെയ്ത് കാണിക്കണം. ഈ പരിപാടി ഇവിടെ നിർത്തിക്കോ, ഇനിയും ഓക്കെ, ഈ പരിപാടി ഇവിടെ നിർത്തിക്കോ, മതിയാക്കാം, ഇതെല്ലാം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ ഒരു സീൻ അങ്ങനെ ചെയ്യണം. അഭിനയിച്ചോളൂ, എന്നോട് പറയണം. എന്നെ മുഖത്ത് നോക്കിയിട്ട് മതിയാക്കാൻ ബൈച്ചേന്ന് പറയാൻ തോന്നുന്നുണ്ടോ? ആക്ടിങ് സെഗ്മെന്റ് ആണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയണം. അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഈ പരിപാടി ഇവിടെ നിർത്തിക്കോട്ടെ. കുറെ നേരമല്ലോ നിങ്ങള് വീട്ടിൽ വന്നു, പിന്നെ അതിനുശേഷം ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്താ പരിപാടി ഇത്? അല്ല, എന്താ വീട്ടിൽ വന്നിട്ട് നിങ്ങള് ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഇത് നിധിയുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്, ഒരു മനുഷ്യനോട് കിടക്കാനും പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല, എല്ലാരും വിളിച്ചോണ്ടിരിക്കും എവിടെ നിധിന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ വീണ്ടും വിളിച്ചോണ്ട് ചക്കം പക്കം നിർത്തിക്കോ പരിപാടി. എന്റെ പൈസയോടെ ഞാൻ വെറുതെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇടയ്ക്ക് പാവ എന്റെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. ബൈജി ചേട്ടന്റെ ഉള്ളിലെ ആ ഒരു നടൻ ഉയർന്നു. ഞാൻ പേടിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാരും പേടിച്ചു, ക്യാമറയിൽ ആളൊക്കെ പേടിച്ചു. അയ്യോ നയിപ്പോയി. ശരിക്കും സൂപ്പർ അഭിനയം. അപ്പൊ ദേ ബൈച്ചേട്ടൻ ഇനി ഇതൊക്കെ കണ്ടിട്ട് വേണം ഓരോരുത്തരും വിളിക്കാൻ. വ്യാജ സി ഡി വിൽക്കുന്നവരെ എവിടെ കണ്ടാലും ശാരീരികമായി കൈകാര്യം ചെയ്യുമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. യെസ് രമ്യ, നോ രമ്യ? യെസ് രമ്യ. യെസ്. ഞാൻ സിനിമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 100% എനിക്ക് എല്ലാം എൻ്റെ ഉള്ളിലും ബ്ലഡും ഒക്കെ സിനിമയാണ്. സിനിമ കഴിഞ്ഞിട്ടേ എന്തോ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ സിനിമയുടെ എല്ലാ സ്ഥലങ്ങളിലും, പ്രൊഡ്യൂസർ ആണെങ്കിലും തിയേറ്ററില്, അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡ്യൂസർമാരായിട്ട് ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കൂടുതൽ ചങ്ങാത്തം ഉണ്ടാക്കുന്നത് ഞാൻ പ്രൊഡ്യൂസർമാരായിട്ടാണ്. അപ്പൊ എനിക്ക് അത്രയും ബന്ധമുണ്ട്. ഇവരുടെ നല്ല വശങ്ങളും കണ്ടിട്ടുണ്ട്, താഴെ പോയവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ദൈവം എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ ഒരു സിനിമയെ കാശ് മുടക്കുന്നവരോട്, അല്ലെങ്കിൽ സിനിമ ഒരു നല്ല സിനിമയെ തകർക്കുന്ന എന്താണെങ്കിൽ പോലും എതിർക്കും. പണ്ട് ഇതുപോലെ തിയേറ്ററിൽ നമ്മൾ ക്യാമറയിട്ടൊക്കെ കയറി ഷൂട്ട് ചെയ്യുന്നവരെയൊക്കെ നല്ല പിടിച്ചിട്ട് അത്യാവശ്യം അവരെ ഇനി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പല കാര്യവും ചെയ്തിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സിനിമ ഇതുപോലെ ഏതോ ഒരു വലിയ സിനിമയാ, സിനിമ ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ തിയേറ്ററിൽ നിന്ന് വരുന്നു, റെയിൽവേ ബ്ലോക്കായി, എഴുപന്നേൽ ബ്ലോക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ കാർ ഓടിച്ചുകൊണ്ട് വരുക. ഇവൻ അറിയാണ്ട് എൻ്റെ തന്നെ കൊണ്ടുവന്നിട്ട് അന്ന് കളിക്കുന്ന സിനിമയാണ് തിയേറ്ററിൽ, നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഏതാ ചേട്ടാ? ഇവിടെ കളിച്ചോണ്ടിരിക്കുന്ന സിനിമയാണ്, ഷാനിയിൽ കളിച്ചോണ്ടിരിക്കുന്ന സിനിമയാന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. ഷാനിയിലാണോ എഴുപന്നയിലാണോ എന്ന് ഓർമ്മയില്ല, രണ്ട് തിയേറ്ററാണ് ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ഇവൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനാന്ന് മനസ്സിലായത്. ഞാൻ അവനപ്പോൾ ഒരു ഫുൾ CD ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞത് ആ പുള്ളിക്കാരനെ കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇവന് ഇതേക്കാൻ വേണ്ടി എൻ്റെ കൊണ്ട് തന്നു. ഞാനിത് ഏത് സിനിമയാണെന്ന് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്, എന്തിനാ അവിടെ പോയി സിനിമ കാണാൻ പറഞ്ഞു. ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് അപ്പോൾ ഗേറ്റ് തുറന്നു, വണ്ടി ചെയ്തിട്ട് ഇത് ബാക്കിയുള്ള എല്ലാം പിടിക്കണമല്ലോ, ഓടി ഇവനടുത്ത് ഓടി, റെയിൽവേ ക്രോസ് ഒക്കെ ചാടി ഓടി ഇവനെ പിടിച്ചു. ഞാൻ പിടിച്ചിട്ട് ഞാൻ ആരോ പോലീസിൽ കൊണ്ടുവന്നിട്ട് ഇവനെ കൈയോടെ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ കേസാക്കിയിട്ട് പ്രൊഡ്യൂസറിലെ അസോസിയേഷനിൽ വിളിച്ചിട്ട് അവർ വന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിടിച്ചിട്ടുണ്ട്, സിനിമയെ നശിപ്പിക്കാൻ നടക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഞാൻ വിശേഷം എന്ന് പറഞ്ഞ സിനിമ എന്നെ കാനഡയിലുള്ള ഒരാൾ കണ്ടിട്ട് വിളിച്ചു, ഗംഭീര സിനിമയാണ് ചേട്ടാ, ഞങ്ങൾ സിനിമ ഇത് TV-യിൽ ഇപ്പോൾ കണ്ടുള്ളൂ, ഏതൊരു ആപ്പിന്റെ പേര് പറഞ്ഞു. അപ്പോൾ നല്ല സിനിമകൾ അതിൻ്റെ ഒരു കഷ്ടപ്പാട് അറിയില്ല. കാര്യം പെട്ടുപോയാൽ പോകുന്ന പ്രൊഡ്യൂസേഴ്സ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന്റെ വലിയ സ്വപ്നമാണ്. അത് മാറണം ശരിക്കും. അതിനെ അതെ അതെ. ശരി, നമുക്കിനി അടുത്ത പക്കത്തിലേക്ക് പോവാം. ആക്ടിങ് സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്നറിയോ? ഒരു സ്റ്റണ്ട് സീനാണ് ഇവിടെ കൊടുക്കണം. 2 എണ്ണം കൊടുക്കാമെങ്കിൽ ഞങ്ങളുടെ പ്രൊഡ്യൂസറിനിട്ട്
തന്നെ 2 എണ്ണം കൊടുക്കും. അതായിരിക്കും ഞങ്ങൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇല്ല, ക്യാമറമാൻ ആൾക്കാരൊക്കെ പാവം കുട്ടികളാ. നിനക്കിട്ട് 2 തരണം. ഇവനെ 2 വർഷമായിട്ട് എന്നെ എല്ലാ ദിവസവും വിളിക്കും. ഇതിന് ഈ ഷൂട്ട് കഴിഞ്ഞപ്പോ പിന്നെ അവനെ കിട്ടാനില്ല. എന്റെ നാട്ടുകാരനാ. ആണ്. അതെ, ആ നാട്ടുകാരന്റെ സ്വഭാവമാണോ കാണിച്ചതെന്നാണ് അറിയേണ്ടത്. കൺവേർട്ട് ചെയ്യണോ? പ്രൊഡ്യൂസർക്ക് തീരെ വയ്യത്ര, നാട്ടുകാർ തമ്മിലുള്ള അടിപിടി വേണ്ടത്ര തോന്നുന്നില്ല. എന്നാ പിന്നെ ക്യാമറയിൽ നിന്നും ഞാൻ സ്വാഗതം. ഈ അടി ഏറ്റുവാങ്ങാൻ പ്രണവാണോ വിജിത്താണോ? നമ്മളിവിടെ അടിക്കൊന്നുമില്ലല്ലോ, ഇവിടെ നമ്മള് ഫുൾ ആക്ഷൻ അല്ലേ ബൈച്ചേട്ടൻ. ഇല്ലില്ല ഇല്ല, എന്തിനാ കൊല്ലേ ചെല്ലേ ചിരിക്കരുത്, നോ ചിരി. അയ്യോ ഞങ്ങളുടെ പാവം, അയ്യോ ഞങ്ങളുടെ പാവം ബീച്ച്, അയ്യോ എന്നെ തല്ലല്ലേ. അല്ല, ഇവനെ ഇടിക്കാനുണ്ട് ഇവനെ. അയ്യോ പാവം ഞങ്ങളുടെ ക്യാമറമാനാ, ഞങ്ങളുടെ പാവം ബിജിത്താണ്. നീ സിനിമ പാടാ. അയ്യോ പാവം ഞങ്ങളുടെ ക്യാമറമാന്റെ കൈ പിടിച്ച് തിരിച്ചു. ശരിക്കും വേദനിച്ചോ? ഒന്നുമില്ല, സെറ്റ്. വിജിത്ത് സ്ട്രോങ് ആണ്, അങ്ങനെയൊന്നും തളരില്ല. ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളെ കാത്തോണ്ടിരിക്കുന്ന വിജിത്തിനെയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വിട്ടത്. ഓക്കെ, വിജിത് കി ജയ്, വിജിത് കി ജയ്. ഓക്കെ, വിജിത് പിടിച്ചു തന്നു. നീ കൊണ്ടോടാ ശരിക്കും? എന്നാ പിന്നെ കൊള്ളിക്കായിരുന്നല്ലേ, കൊണ്ടുവരില്ല. ശരി, അപ്പൊ അതൊക്കെ നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു സ്ട്രോങ് ഒരു കളിയും ചിരിയും ബഹളം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചക്ക മമ്മൂക്കയോടൊപ്പം ദുബായിലും അബുദാബിയിലും യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ്, ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു ആ യാത്രയൊക്കെ? 3 days. ഓക്കെ. മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഷൂട്ടിംഗ് പർപ്പസിനാണോ പോയത്? അല്ലല്ല, ഷൂട്ടിംഗ് പർപ്പസ് അല്ല. എന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ശരിക്കും. അതിനകത്ത് വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൊണ്ടുപോയി, നമുക്ക് നന്നായിട്ട് കെയർ ചെയ്തു. നമുക്കിടെ ഒപ്പം തന്നെ സഞ്ചരിക്കാൻ പറ്റി. ഞാൻ ഒരു ദുബായില് വലിയൊരു ബിസിനസ് മീറ്റ് നടക്കുന്നു, സിനിമയുടെ കണക്റ്റഡ് ആയിട്ടാ. മമ്മൂക്കിനെ കാണാനായിട്ട് കുറെ അറബികളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് നമുക്ക് ഇങ്ങനെ ഒരു സോഫയാണ്, മമ്മൂക്ക ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ പുറത്തവിടെ നിൽക്കുന്നുണ്ട്. മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് ബിജു വാ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് മമ്മൂക്കയുടെ അടുത്തിരുത്തി ഇവരുടെ മുമ്പില്. അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായ ഒരു നിമിഷങ്ങളാണ്. പിന്നെ അന്ന് മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നത്, മമ്മൂക്ക മാത്രമേ ഉള്ളൂ അതിനകത്ത്. മമ്മൂക്ക മാത്രമേ ആ സ്റ്റേജിൽ കയറാൻ പറ്റുള്ളൂ. മമ്മൂക്കയുടെ ഒപ്പം എന്നെയും കൊണ്ടുപോയിട്ട് ആ സ്റ്റേജിൽ കയറി അവിടെ നിന്ന് സംസാരിച്ചു. വേറെ ആരും ആ സ്റ്റേജിൽ കയറിയിട്ടില്ല മമ്മൂക്കയുടെ ഒപ്പം. എത്ര സന്തോഷം തോന്നിയ നിമിഷങ്ങളാണല്ലേ ബൈച്ചേട്ടാ? ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളുണ്ട്. അതാണ് സിനിമയിൽ നിന്ന് കുറെ കാര്യങ്ങൾ മധുരാജയുടെ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങള് അപ്പൊ ക്യാരവൻ ഇങ്ങ് എത്തത്തില്ല. അപ്പൊ അന്ന് ഒരു ഫൈറ്റ് സീക്വൻസ് ഞങ്ങള് മറ്റേ സ്റ്റേജ് പൊങ്ങി പോകുന്ന ഇതാ. അപ്പൊ ശരിക്കും അതിന്റെ ഒരു ഇതിടാനായിട്ട് ഷർട്ടിന്റെ ഇവിടെ ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇരിക്കുന്ന ഇതുണ്ട്. മമ്മൂക്ക അല്ല, ബാക്കിയുള്ള ആൾക്കാരെല്ലാരും ആർട്ടിസ്റ്റ് എല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ മമ്മൂക്ക വരുമ്പോ തന്നെ ഒരു ഇതാണല്ലോ. അപ്പൊ മമ്മൂക്ക വരുന്നു, എല്ലാരും പുറത്തോട്ട് ഇറങ്ങണം. മമ്മൂക്കൊക്കെ ഷർട്ട് ഇട്ടിട്ട് ഇത് ചെയ്യണം. എല്ലാരും പുറത്തോട്ട് ഇറങ്ങുമ്പോ എല്ലാരും മാറ്റും. അപ്പൊ ഞാനും ഇങ്ങനെ ഇറങ്ങി വരിക, നീ വേണ്ട അവിടെ ഇരുന്നോ അങ്ങനെ കുറെ. അപ്പൊ ഞാന് അതുപോലെ നമ്മുടെ കോവിഡ് ടൈമില് ആരും പുറത്തോട്ട് ഇറങ്ങത്തില്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഫിഷൊക്കെ ഇട്ടാന്ന് മമ്മൂക്ക എടുത്ത് വന്നു. മമ്മൂക്ക ഇറങ്ങി വന്നു, എന്നോട് വഴക്ക് പറഞ്ഞു, എന്തിനാ നീ ഇതൊക്കെ ഇട്ട് വന്നേ? എന്നിട്ട് പറഞ്ഞു ഞാനായതുകൊണ്ടിട്ടാണ് പുള്ളിക്കാരൻ. അങ്ങനെ വഴക്ക് പറഞ്ഞു, എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ കുറേ ഇത് അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ സിനിമ എന്റെ തിയേറ്ററിൽ അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് റിലീസ് ചെയ്ത് കിട്ടിയ സിനിമയാണ്. അണ്ണൻ തമ്പി മുതല് ഒരു 6-7 സിനിമയ്ക്ക് ഞാൻ മമ്മൂക്കനെ ആ ടൈമിൽ വിളിക്കും. മമ്മൂക്കയുടെ ഫസ്റ്റ് ഇൻട്രോ സമയത്ത് ഞാൻ മമ്മൂക്കനെ വിളിക്കും ഫോൺ. എന്നിട്ട് ആൾക്കാർ ഭയങ്കര ഫാൻസ് അല്ലേ, ഈ ബഹളമൊക്കെ ഞാൻ കേൾപ്പിച്ചു കൊടുക്കും മമ്മൂക്കനെ. അങ്ങനെ കുറെ അത്രയും ഇതുണ്ട്. ഈ അടുത്ത കാലത്താണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഞാനിപ്പോ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഇവിടുന്ന് മൂന്നാർ പോയി. അപ്പോ ആരും പോയിട്ടില്ല, മമ്മൂക്കയും ഫാമിലിയും മൂന്നാർക്ക് പോയി. അങ്ങനെ ഞാൻ ഒരു വലിയ ബൊക്കെയൊക്കെ ആയിട്ട് വെളുപ്പാങ്കാലത്ത് അവിടെ ചെന്നു. അപ്പൊ പുള്ളിക്കാരൻ അവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അവിടെ പോയി ഞാൻ കണ്ടുപിടിച്ച് ആ ബർത്ത്ഡേക്ക് എനിക്ക് വിഷ് ചെയ്യണമെന്ന് തോന്നുന്നു മമ്മൂക്ക അടുത്ത്.
അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ പറഞ്ഞു അവരാരും കയറ്റി വിടത്തില്ല. ആ ബർത്ത്ഡേക്ക് മമ്മൂക്ക വന്നിട്ട് എൻ്റെ അടുത്ത് എന്തിനാ നീ ഇന്നലെ കണ്ടയല്ലേ, പിന്നെ എന്തിനാ വന്നേ, ഇത്രയും ദൂരം വന്ന എന്തിനാ, ഒക്കെ എല്ലാം വാങ്ങി. അതിനുശേഷം ഞാൻ തിരിച്ചു ഞാൻ പോന്നു. എന്നിട്ട് മമ്മൂക്ക കൂടെയുള്ളവരോട് പറഞ്ഞു അവന് സങ്കടം ഉണ്ടാവും, ഞാനൊരു കോഫി പോലും അവന് കൊടുത്തില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്നോട് മമ്മൂക്കനെ വിളിക്കാൻ പറഞ്ഞു അതിനുശേഷം. അപ്പൊ അങ്ങനെ കുറെ മമ്മൂക്കയായിട്ട് കുറെ അത്രയും അടുപ്പം ആത്മബന്ധം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക കറക്റ്റ് റൈറ്റ് ടൈമില് എന്നോട് ചോദിച്ചു എത്ര മണിക്കാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത് എന്നൊക്കെ എല്ലാം ചോദിച്ചിട്ട് ആ റൈറ്റ് ടൈമില് ഒരു വെള്ളിയേട്ടനെ പോലെ കേറി വന്നു. എല്ലാരും മുമ്പിൽ വെച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ എന്നിട്ട് അങ്ങനെ പുള്ളിക്കാരൻ അത്രയും ക്രൗഡായിരുന്നു, ഒരുപാട് പേര് ഉണ്ടായിരുന്നു, കുറെ കൂടെ സ്പെൻഡ് ചെയ്ത്. കല്യാണത്തിനും മമ്മൂക്ക തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? അതെ അതെ, എത്താൻ പറ്റട്ടെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി ബൈജു ചേട്ടന്റെ വീട്ടിൽ എന്തുകൊണ്ടാണ് ബൈജു ചേട്ടന്റെ കുറേ ട്രോഫികൾ ഇങ്ങനെ മെമന്റോകളുടെ ഇടയിൽ മമ്മൂക്കയുടെ മാത്രം ഒരു മുഖം, ഒരു മെമന്റോ അവിടെ വെച്ചത്. അതിന്റെ പിന്നിലത്തെ രഹസ്യം ഇന്നിപ്പോ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇത്രയും ഡെപ്തിൽ അന്ന് പറഞ്ഞില്ല, പക്ഷെ ഇന്നിപ്പോൾ ആ ഡെപ്തിൽ പറഞ്ഞപ്പോഴാണ് ആ ആത്മബന്ധം, നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ആഴം മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ മമ്മൂട്ടി എന്നൊക്കെ ഇപ്പോഴല്ല, അന്ന് മമ്മൂട്ടി എന്നല്ലേ പറയുള്ളൂ. അതെ, അപ്പോ അങ്ങനെ അതെത്തി. അതെ, അങ്ങനെ അതെത്തി. മുമ്പേ ചോദിച്ച പോലെ തന്നെ ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ബൈച്ചേട്ടൻ തരുമല്ല, ബൈച്ചേട്ടൻ ഈ നിമിഷം എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം, അതാണ് അടുത്ത പക്കം. തന്നോളി. മൈക്കാണോ? എനിക്ക് വേണ്ട മൈക്കൊന്നും, എനിക്ക് സ്വന്തമായിട്ടുണ്ട്, എനിക്ക് സ്വന്തമായിട്ടുണ്ട് മൈക്ക്, എനിക്ക് ആ മൈക്ക് വേണ്ട. വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് തരണം. എന്ത് തരും? മോതിരം ഉണ്ടോ കയ്യില്? എന്നാ വാച്ചെങ്കിൽ വാച്ച് ഊരി തരൂ, തിരിച്ചു ചോദിക്കരുത് കേട്ടോ. യെസ്, ഞാൻ എന്റെ കയ്യില് കെട്ടാം. എനിക്ക് അങ്ങനെ ബൈചേട്ടൻ തന്നിരിക്കുകയാണ് വാച്ച്. ഞാൻ എന്റെ കയ്യിലേക്ക് അങ്ങ് കെട്ടാൻ പോവുകയാണ്. ഇനി എന്നോട് തിരിച്ചു ചോദിക്കില്ല എന്ന് നിങ്ങൾ എല്ലാവരും സാക്ഷി. അതൊക്കെ ബൈചേട്ടൻ തന്നെ പറഞ്ഞോളൂ, ബൈചേട്ടൻ തന്നെ പറയൂ. ഇത് ഏതാണിത്? ഹുബ്ലോടെയാണ്. നിഖിലിനുണ്ട് കേട്ടോ ഹുബ്ലോയുടെ ബ്രാൻഡ്, പക്ഷെ നിഖിലിന്റെ ഇരിക്കുന്ന കോപ്പർ ഷെയ്ഡ് ആണ് സൈഡില്. ഇനി ടൈറ്റ് ആക്കട്ടെ. അപ്പൊ അങ്ങനെ ഞാൻ ഇത് നീലാണ്ട് കൊണ്ട് കൊടുക്കാം. അപ്പൊ നീലാന്റെ കയ്യിലിരിക്കുന്ന ഹുബ്ലോയുടെ കളർ കോപ്പർ സൈഡ് കളറിന്റെ ഇതാണ്. അപ്പൊ ഇത് വേറൊരു കളർ പോയി. ഒരുപാട് സന്തോഷം ബൈജു ചേട്ടാ. 36 വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന ബൈജു ചേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ അടങ്ങാത്തൊരു ആഗ്രഹമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, ശരിക്കും എന്റെ നാവ് പൊന്നാവട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ ഞങ്ങളെയൊക്കെ അമ്പരപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ക്യാരക്ടേഴ്സ് തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും മലയാളത്തിലും എല്ലാം ബൈജുവിന് ചെയ്യാൻ പറ്റട്ടെ എന്ന് മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു കേട്ടോ. ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കാൻ പറ്റി. എന്താ പറയാ, നിങ്ങള് എൻ്റെ വീഡിയോസ് കാണുന്നു, നല്ല കമന്റ് ഇടുന്നു, ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴും പ്രാർത്ഥനയും സപ്പോർട്ടും ഒപ്പം ഉണ്ടാവണം. ഞാൻ ഏതൊരു ലെവലിൽ പോയാലും ഒരിക്കലും ഒരു ജാടയോ അഹങ്കാരമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങളോടൊപ്പം തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ രൂപമൊക്കെ എങ്ങനെ ഇരിക്കുന്നു, ചെയ്യുന്ന വില്ലൻ കഥാപാത്രങ്ങളായതുകൊണ്ട് തോന്നുന്നു. എന്നെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നവർ, എനിക്ക് നല്ല സൗഹൃദ ബന്ധങ്ങളുണ്ട്, ഇഷ്ടംമാരെ പേര് ഇഷ്ടമുള്ള ഒരുപാടുണ്ട്. അങ്ങനെ ആവട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു രമ്യ ആൻഡ് എൻ്റെ ടീം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.